സെപ്റ്റംബർ 5 22-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. ലൂക്ക 5:33 മുതൽ 39 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. നീതി, ഔദാര്യം, ഐക്യം എന്നിവയുടെ പ്രതീകമായി ഓണം ഉത്സവത്തിലെ ഒരു കേന്ദ്ര വ്യക്തിയാണ് മഹാബലി രാജാവ്. ഓണക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക സന്ദർശനം നവീകരണത്തിൻ്റെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായി കാണാം. മഹാബലി തൻ്റെ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു മഹാനും ഉദാരമതിയുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം നീതി കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. കൂടാതെ തൻ്റെ പ്രജകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള സമർപ്പണത്തിന് പേരുകേട്ടവനായിരുന്നു. മഹാബലിയുടെ ജനപ്രീതിയും ശക്തിയും വളരെയധികം വർദ്ധിക്കുന്നത് കണ്ട് സ്വർഗത്തിലെ ദേവന്മാർ ആശങ്കാകുലരായി. അദ്ദേഹത്തിൻ്റെ ഭരണം തങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. തൽഫലമായി അവർ വിഷ്ണുവിൻ്റെ സഹായം തേടി. ഭഗവാൻ വിഷ്ണു വാമനൻ എന്ന കുള്ളൻ ബ്രാഹ്മണൻ്റെ രൂപം സ്വീകരിച്ച് മഹാബലിയെ സമീപിച്ച് 3 അടി ഭൂമി ചോദിച്ചു. മഹാബലി തൻ്റെ ഔദാര്യത്തിന് പേരുകേട്ടയാളാണ്. മഹാബലി വാഗ്ദാനം ചെയ്ത ഉടനെ വാമനൻ ഒരു ഭീമാകാരമായ രൂപത്തിലേക്ക് മാറി. തൻ്റെ 2 ചുവടുകൾ കൊണ്ട് ഭൂമി, സ്വർഗം, പാതാളം എന്നിങ്ങനെ പ്രപഞ്ചം മുഴുവൻ അവൻ കീഴടക്കി. തനിക്ക് ഇനി നൽകാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കിയ മഹാബലി വാമനൻ്റെ 3ാമത്തെ കാലടിക്ക് സ്വന്തം തല സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയും നിസ്വാർത്ഥയും കണ്ട ആകർഷനായ വിഷ്ണു മഹാബലിക്ക് ഒരു അനുഗ്രഹം നൽകി. വർഷത്തിലൊരിക്കൽ തൻ്റെ രാജ്യത്തെയും ജനങ്ങളെയും സന്ദർശിക്കാൻ മഹാബലിക്ക് അനുമതി ലഭിച്ചു. ഈ വാർഷിക സന്ദർശനമാണ് ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. ആളുകൾ സന്തോഷത്തോടെയും ആഘോഷങ്ങളോടെയും മഹാബലിയെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയർ യേശുവിനെ വിമർശിക്കുന്നത് കാണാം. അവന് വേണ്ടത്ര ഉപവാസവും പ്രാർത്ഥനയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. സ്നാപയോഹന്നാനെ പോലെ അല്ലെങ്കിൽ ഫരിസേയരെ പോലെ ഒരു താപസനായിരിക്കണമെന്ന് അവർ കരുതുന്നു. നമ്മൾ എന്താണ് ഏറ്റവും നല്ലതെന്ന് കരുതുന്നതെന്നും മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എല്ലാം നമുക്ക് നമ്മുടേതായുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ യേശു തൻ്റെ ശ്രോതാക്കളെ സാഹചര്യത്തെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണാൻ ക്ഷണിക്കുന്നു. താൻ പുതിയ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് അവൻ അവരോട് പറയുന്നു. യേശു നമ്മെ ക്ഷണിക്കുന്ന ആ പുതിയത് സ്വീകരിക്കാൻ നമ്മൾ തുറന്ന മനസ്സുള്ളവരാണോ? ഇത് അസ്വസ്ഥമായ ഒരു ക്ഷണമായിരിക്കാം. ഫരിസേയരെ പോലെ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്ന രീതികളിൽ എനിക്ക് മാറ്റം വരുത്താൻ ആഗ്രഹമില്ല. കാരണം അത് മറ്റു വഴികളിലേക്ക് തുറന്നിരിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ഫരിസേയരെയും നമ്മയും വെല്ലുവിളിക്കുകയാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കരുതെന്ന് അവൻ നമ്മോട് പറയുന്നു. അങ്ങനെ ആ വിധിയിലേക്ക് ചാടാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.